പ്രവർത്തിപ്പിക്കാൻ ആരുമില്ലാതെ തനിയെ സംപ്രേഷണം ചെയ്യുന്ന പ്രേത റേഡിയോ നിലയം. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ സംഭവം സത്യമാണ്. റഷ്യയിലാണ് അത്തരത്തിൽ ഒരു റേഡിയോ നിലയം ഉള്ളത്. 1901 ഡിസംബറിൽ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ഗുഗ്ലിയെൽമോ മാർക്കോണിയാണ് ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടത്തിയത്. ഇംഗ്ലണ്ടിലെ പോൾഡുവിൽ നിന്ന് ന്യൂഫൗണ്ട്ലാൻഡിലെ സിഗ്നൽ ഹില്ലിലേക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ അദ്ദേഹം വിജയകരമായി റേഡിയോ സിഗ്നലുകൾ പ്രക്ഷേപണം ചെയ്തു. ഈ വിപ്ലവകരമായ നേട്ടം വയർലെസ് ആശയവിനിമയത്തിന്റെ തുടക്കം കുറിക്കുകയും ആധുനിക റേഡിയോ സാങ്കേതികവിദ്യയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ നിലയം. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ചതുപ്പ് പ്രദേശത്ത് നിന്നുമാണ് ദ ബസർ എന്നറിയപ്പെടുന്ന ഈ റഷ്യൻ റേഡിയോ സിഗ്നലുകൾ അയക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. 1970-കളിൽ ആണ് ഇത് ആരംഭിച്ചത്. എന്നാൽ ഇതിനു പിന്നിൽ ആരാണെന്ന് ആർക്കും വ്യക്തമല്ല. നിലയത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത് ആരും ഇതുവരെ രംഗത്തെത്തിയിട്ടില്ലെന്നതാണ് സത്യം. കേട്ടാൽ മനസ്സിലാക്കാത്ത വിചിത്രമായ ശബ്ദമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം റഷ്യൻ ഭാഷയിൽ ആരൊക്കെയോ സംസാരിക്കുന്നതായും പലരും പറയുന്നുണ്ട്. റേഡിയോ പ്രവർത്തിപ്പിക്കുന്ന സിഗ്നലുകളെക്കുറിച്ച് വിദഗ്ധർക്കുപോലും ഒരു അറിവും ഇല്ല. ശീതയുദ്ധകാലത്താണ് ഈ റേഡിയോ നിലയം പ്രവർത്തനം ആരംഭിച്ചെന്നാണ് കരുതപ്പെടുന്നത്. 4625 kHz എന്ന ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്താൽ ഈ റേഡിയോ കേൾക്കാൻ കഴിയും. ഈ റേഡിയോ നിലയത്തെക്കുറിച്ചുള്ള നിഗൂഢത പുറത്ത് പടർന്നതോടെ പലതരത്തിലുള്ള സംശയങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിച്ചു തുടങ്ങി. ചിലർ ഇത് ചാരന്മാർക്കുള്ള ആശയവിനിമയ സംവിധാനമോ ആണവ ആക്രമണങ്ങൾക്കുള്ള മുന്നറിയിപ്പ് സംവിധാനമോ ആണെന്ന് വിശ്വസിച്ചിരുന്നു. കുറച്ചുപേർ ഇത് റഷ്യൻ സൈനികരുടെ രഹസ്യ റേഡിയോ നിലയമാണെന്ന് പറഞ്ഞു പരത്തി. പക്ഷേ ഇത് റഷ്യൻ സൈന്യം അവരുടേത് അല്ല എന്ന് വ്യക്തമാക്കി. വളരെയധികം ദൂരത്തേക്ക് സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ച് ആരാണ് മുടങ്ങാതെ ദിവസവും റേഡിയോ സംപ്രേഷണം ചെയ്യുന്നത് എന്നതിനുള്ള ഉത്തരം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല.